എന്താ നോക്കി നിൽക്കുന്നത്? വാ. ആ സ്നേഹി മോളിരിക്കെ. വാ. എന്തിനാ മടിക്കുന്നേ? ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. സൗഭാഗ്യവതിയാ നീ. ശരിയാ, ഞാൻ സൗഭാഗ്യവതിയാ. പക്ഷേ ഈ സന്തോഷത്തിൽ ഒത്തുചേരാൻ എന്റെ നന്ദേട്ടനും സച്ചേട്ടനും സന്ദീപേട്ടനും ഒക്കെ എവിടെ? അവരൊരു സന്തോഷത്തിൽ പങ്കുചേരേണ്ടതല്ലേ? മോളെ, നന്ദേട്ടന്റെ പിണക്കൊന്നും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. നന്ദേട്ടൻ വരാതെ എനിക്ക് ഇങ്ങനൊരു ചടങ്ങ് വേണ്ട ഏട്ടത്തി. ഞാൻ ഇവിടെ ഇരിക്കില്ല. ഇപ്പൊ എന്റെ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ അവരും കൂടി ഈ ചടങ്ങിൽ വേണം. സന്ദീപും സച്ചേട്ടനും ഇപ്പൊ വരും. നന്ദേട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്നിട്ടും ഇങ്ങോട്ട് വന്നു പോലുമില്ല. മോളെ, അവന്റെ സ്വഭാവം മോൾക്കറിയില്ലേ? അച്ഛനടുത്ത് ചെന്ന് വിളിച്ച നന്ദേട്ടൻ വരും. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ നന്ദേട്ടന്റെ വിരലിൽ തൂങ്ങി നടന്നത്. എത്ര നാൾ നന്ദേട്ടൻ എന്നെ എടുത്തുകൊണ്ട് നടന്നു. നന്ദേട്ടൻ എന്നോട് പിണങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ ഈ ചടങ്ങിൽ വേണം. എടുത്തി പറഞ്ഞ നന്ദേട്ടൻ കേൾക്കും. പ്ലീസ് ഏട്ടത്തി, എനിക്ക് വേണ്ടി. മോളെ, ഇവിടെ വെച്ച് നിന്റെ കല്യാണം നടത്തിയപ്പോൾ പോലും നന്ദനൊന്നും വന്നില്ല. അർച്ചനെ, നമ്മളിനി എന്താ ചെയ്യണ്ടേ? ഞാൻ പോയി നന്ദേട്ടനെ വിളിക്കാം. നന്ദേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷെ എന്നിട്ടും നന്ദേട്ടൻ വന്നില്ലെങ്കിൽ പിന്നെ നീ വാശി പിടിക്കരുത്. നന്ദേട്ടൻ ഇല്ലാതെ തന്നെ ഈ ചടങ്ങ് നടക്കണം. അതിനെ നീ സമ്മതിക്കണം. നന്ദേട്ട, നന്ദേട്ടൻ വരാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുക സ്നേഹ. നന്ദേട്ടൻ ഇല്ലാതെ
ഇതിനേക്കാൾ വലിയ സന്തോഷം ഈ വീട്ടില് മറ്റെന്താണുള്ളത് നന്ദേട്ട? നാളെ ആ കുഞ്ഞ് നന്ദേട്ടനെ അമ്മാവെന്ന് വിളിക്കേണ്ടതാ. അവളോട് പിണങ്ങിക്കോളൂ. പക്ഷെ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനോട് അതിനോട് എന്തിനാ പിണക്കം കാണിക്കുന്നത്? ഈ വീടിന്റെ സന്തോഷവും അഭിമാനവുമായിട്ട് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കേണ്ടത്. നന്ദേട്ടന്റെ ഉള്ളിലെ പിണക്കത്തിന്റെ ഒരു നിഴൽ പോലും ആ കുഞ്ഞിന്റെ മേല് വീഴരുത്. ഇത്രയും നാള് നന്ദേട്ടൻ സ്നേഹയോട് പിണങ്ങി നടന്നു. എന്നാലും നന്ദേട്ടന്റെ ഉള്ളില് അവളോട് ഒരു വെറുപ്പും ഇല്ലാന്നുള്ളത് എനിക്കറിയാം. നന്ദേട്ട, അവൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും ഈ പിണക്കവും പരിഭവവും എല്ലാം മാറണം. ഇതെന്റെ അപേക്ഷയും. എനിക്ക് തന്ന സഹോദരിയുടെ സ്ഥാനം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്റെ വാക്കുകൾ നന്ദേട്ടൻ കേൾക്കും. ഒരേ വയറ്റിൽ പിറന്ന മക്കള് തമ്മില് ഇങ്ങനെ ശത്രുക്കളെ പോലെ ജീവിക്കുന്ന കണ്ട് അച്ഛൻ വിഷമിക്കുന്നത് നന്ദേട്ടൻ കാണുന്നില്ലേ?